ഹലോ ഡിയർ ആസ്പിരൻസ് ഡോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോയിലെ തന്നെ ടോട്ടൽ എന്ന് പറയുന്ന ഏരിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് വൈക്കേരിയസ് ലയബിലിറ്റി. വൈക്കേരിയസ് ലയബിലിറ്റിയും അതിന്റെ എസെൻഷ്യൽസും വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റും ഇതൊക്കെ അടങ്ങുന്ന ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഡോമിനൻസ് ജോബ് സെക്യൂരിറ്റി വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വൈക്കേരിയസ് ലയബിലിറ്റി. അപ്പോൾ വൈക്കേരിയസ് ലയബിലിറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് വൈക്കേരിയസ് ലയബിലിറ്റി? നിയമത്തിലെ എന്ത് മനസ്സിലാക്കുമ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ട ഡെഫിനിഷനാണ് അല്ലേ. ദ റൂൾ ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി ഇമ്പോസസ് ലയബിലിറ്റി ഓൺ വൺ പേഴ്സൺ ഫോർ ദി ആക്ട് ഡൺ ബൈ അനദർ പേഴ്സൺ. മറ്റാരോ ചെയ്ത ആക്ടിന് വേറെ ആരോ ലയബിൾ ആകുന്ന ഒരു ഒരു തിയറിയാണ് വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെയ്ത ആക്ടിനല്ല ഞാൻ ലയബിൾ ആവുന്നത്. പക്ഷേ എൻ്റെ കീഴിലുള്ള ഏതോ ഒരാളോ അല്ലെങ്കിൽ എൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള ഒരാളോ അയാൾ ചെയ്ത തെറ്റിന് ഞാൻ ലയബിൾ ആവുന്ന ലയബിലിറ്റി റൂളിനെ വിളിക്കുന്ന പേരാണ് വൈക്കേരിയസ് ലയബിലിറ്റി. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ റെസ്പോണ്ടിയേറ്റ് സുപ്പീരിയർ. റെസ്പോണ്ടിയേറ്റ് സുപ്പീരിയർ ലെറ്റ് ദി മാസ്റ്റർ ആൻസർ. മാസ്റ്റർ ഉത്തരം പറയട്ടെ, മുതലാളി ഉത്തരം പറയട്ടെ, പിന്നെ എന്താണ് ആരാണോ ജോലി കൊടുത്തത് അയാൾ ഉത്തരം പറയട്ടെ. അപ്പൊ ഏറ്റവും ലളിതമായിട്ട് വൈക്കേരിയസ് ലയബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഇമ്പോസസ് ലയബിലിറ്റി ഓൺ വൺ പേഴ്സൺ ഫോർ ദ ആക്ട് ഡൺ ബൈ അനദർ പേഴ്സൺ. ഇപ്പൊ ഞാൻ എൻ്റെ സെർവൻറ്റിലൂടെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങണം, എനിക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ഞാൻ എൻ്റെ സെർവൻറ്റിനെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ ഈ സാധനം വാങ്ങി വാ. അയാൾ ഇത് വാങ്ങാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് അയാൾ കോസ് ചെയ്ത എന്തെങ്കിലും റോങ്ഫുൾ ആക്ടിന് ആര് ലയബിൾ ആയിരിക്കും? ഞാൻ ലയബിൾ ആയിരിക്കും. കാരണം എന്താ? കാരണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാൾ ഏൽപ്പിച്ചതാണ്. അപ്പൊ ഞാൻ ഏൽപ്പിച്ച പണിയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് അയാൾ പോയത്. അത് ഞാൻ പോയതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ ഒരാളെ ഒരു പണി ഏൽപ്പിക്കുകയും ആ പണി അയാൾ പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ ആരാണ് ലയബിൾ? ഞാനാണ് ലയബിൾ. ഇത് പറയുന്ന തത്വത്തിന്റെ പേരാണ് വൈക്കേരിയസ് ലയബിലിറ്റി. അപ്പോൾ മാസ്റ്റേഴ്സ് ലയബിലിറ്റി ഫോർ ദി ആക്ട് ഓഫ് ദി സെർവൻറ്റ് മനസ്സിലാക്കി വെച്ചോളുക. മാസ്റ്റേഴ്സ് ലയബിലിറ്റി ഫോർ ദി ആക്ട് ഓഫ് ദി സെർവൻറ്റിനെയാണ് നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഒരാളെ വൈക്കേരിയസ്ലി ലയബിൾ ആക്കണമെങ്കിൽ ടു ഹെൽഡ് എ പേഴ്സൺ ലയബിൾ ഫോർ ദി ആക്ട് ഡൺ ബൈ അനദർ പേഴ്സൺ ദർ മസ്റ്റ് ബി സർട്ടൻ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു പേഴ്സൺസ്. ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ റിലേഷൻഷിപ്സ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, മാസ്റ്റർ സെർവൻറ്റ്. അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, മാസ്റ്ററും സെർവൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ റിലേഷൻഷിപ്സ് ഉണ്ട്. അങ്ങനെ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആളെ ലയബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് അത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. എസെൻഷ്യൽസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്സ്. ഏതൊക്കെയാണ് അത്തരത്തിൽ വരുന്ന റിലേഷൻഷിപ്പ്? ഒന്ന്, പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഒരു പ്രിൻസിപ്പളും ഒരു ഏജന്റും തമ്മിലുള്ള അത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്. പാർട്ട്ണറും പാർട്ട്നേഴ്സിനിടയിലുള്ള റിലേഷൻഷിപ്പ്. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണർ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്. മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ്. മാസ്റ്റർ സെർവന്റിനെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്ക് ലയബിലിറ്റി വരും? സെർവന്റ് കാണിക്കുന്ന റോങ്ഫുൾ ആക്ടിന് മാസ്റ്റർക്ക് ലയബിലിറ്റി വരും. അപ്പോൾ കോമൺലി കണ്ടുവരുന്ന റിലേഷൻഷിപ്പുകൾ ഇത് മൂന്നും ആണ് വൈക്കേരിയസ് ലയബിലിറ്റിയിൽ. പിന്നെ വൈക്കേരിയസ് ലയബിലിറ്റിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോങ്ഫുൾ ആക്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എംപ്ലോയിയോ ഒരു ഏജന്റോ അയാൾ ഏൽപ്പിച്ച ഒരു പണിയിൽ റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് കമ്മിറ്റ് ചെയ്താൽ മാത്രമേ ആർക്ക് ലയബിലിറ്റി വരുള്ളൂ? മാസ്റ്റർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൾക്ക് വൈക്കേരിയസ് ലയബിലിറ്റി വരുള്ളൂ. മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം, ദി ആക്ട് മസ്റ്റ് ബി വിത്തിൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ആ ആക്ട് എംപ്ലോയ്മെന്റിന്റെ ഇടയ്ക്കാവണം. ഇപ്പൊ നിങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചു, ആ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഒരു റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്തു, ഞാൻ ലയബിളാണ്. ഞാൻ തീർച്ചയായിട്ടും ലയബിളാണ്. എന്നാൽ നമ്മുടെ ഒരു ജോലിയുടെ സമയം എന്ന് പറഞ്ഞാൽ 10 മണി മുതൽ 4 മണി വരെയാണെന്ന് വിചാരിക്കും. നിങ്ങൾ 7 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോകുമ്പോൾ എന്തോ ചെയ്തു, അതിനാരും ഉത്തരവാദിയല്ല. ഞാൻ ഉത്തരവാദിയല്ല, കാരണം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണിയല്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണിക്ക് മാത്രമാണ് എന്തുണ്ടാവുക? നിങ്ങൾ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിൽ ചെയ്ത കാര്യത്തിന് മാത്രമാണ് വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ടാവുക. അതിന് മാത്രമേ നിങ്ങൾക്ക് ആരെ ലയബിൾ ആക്കാൻ പറ്റുള്ളൂ? മാസ്റ്ററെ ലയബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എസെൻഷ്യൽസ് ഓഫ് വൈക്കേരിയസ് ലയബിലിറ്റി എന്തെന്നാൽ റിലേഷൻഷിപ്പ് വേണം, റോങ്ഫുൾ ആക്ട് വേണം, മൂന്നാമത്തത് ആ ആക്ട് ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കൊണ്ട് എന്താണ് വൈക്കേരിയസ് ലയബിലിറ്റി എന്നും വൈക്കേരിയസ് ലയബിലിറ്റിന്റെ എസെൻഷ്യൽസ് എന്തും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ, ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുന്നേ കൃത്യമായി ഏരിയ അനലൈസ് ചെയ്ത് പഠിക്കണം. ഏത് ഏരിയ ഒഴിവാക്കണം, ഏത് ഏരിയ പഠിക്കണം എന്നുള്ളതിൽ കൃത്യമായ ക്ലാരിറ്റി വേണം. അല്ലാതെ വൈക്കേരിയസ് ലയബിലിറ്റി മൊത്തം ഇപ്പം നമ്മൾ വൈക്കേരിയസ് ലയബിലിറ്റിയെ പൂർണ്ണാർത്ഥത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ഫ്രോളിക് ആൻഡ് ഡെറ്റോറും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറുടെ കേസിൽ വൈക്കേരിയസ് ലയബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മളിപ്പോൾ നമ്മുടെ ചർച്ചയെ കൊണ്ടുവരുത്. കാരണം
അത് ആ ടോപ്പിക്ക് വളരെ വിശാലമായി പഠിക്കലാണ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കണ്ട. നിങ്ങൾക്ക് എൻട്രൻസിന് വരുന്ന നിലയ്ക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കുസാറ്റ് ക്ലീ പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി പഠിക്കേണ്ടത് എന്താണ്? വൈക്കേരിയസ് ലയബിലിറ്റി. വൈക്കേരിയസ് ലയബിലിറ്റിയുടെ എസെൻഷ്യൽസ് എന്താണ്? സ്റ്റേറ്റിന്റെ വൈക്കേരിയസ് ലയബിലിറ്റി അതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്താണ്? ഇങ്ങനെ വളരെ ചെറിയ ഒരു നാരോ ആയിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ മതി. അത്തരത്തിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നിയ ഒരു ടോപ്പിക്കാണ് വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. വെദർ ദി സ്റ്റേറ്റ് ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ദി റോങ്ഫുൾ ആക്ട്സ് ഓഫ് ഇറ്റ്സ് സെർവന്റ്. സെർവന്റിന്റെ റോങ്ഫുൾ ആക്ടിന് സ്റ്റേറ്റ് ലയബിൾ ആണ്. സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായി. കെ.എസ്.ആർ.ടി.സി പോയിട്ട് ഒരാളെ തട്ടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തില് കെ.എസ്.ആർ.ടി.സി ഒരാളെ പോയി തട്ടുകയാണെങ്കിൽ ആ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുടെ റോങ്ഫുൾ ആക്ടിന് സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ടോ? സ്റ്റേറ്റ് കോമ്പൻസേഷൻ കൊടുക്കണോ? എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ സ്റ്റേറ്റിന്റെ ഇത്തരത്തിലുള്ള സെർവൻസ് ചെയ്യുന്ന റോങ്ഫുൾ ആക്ടിന് സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ടോ എന്ന ചോദ്യമാണ് വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പോൾ പണ്ടത്തെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ക്യാൻ ഡു നോ റോങ് ആണ്. രാജാവ് ചെയ്യുന്ന ഒന്നും തെറ്റല്ല. രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ രാജാവ് തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഡെവലപ്പായി വന്നതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നിയമമൊക്കെ ഉണ്ടായി വന്നൊരു ഇനീഷ്യൽ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പോകുന്നൊരു ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കേസുകളിൽ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ചെയ്യുന്ന ഒന്നും റോങ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ കിങ് ക്യാൻ ഡു നോ റോങ് ഈ പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം പ്രോഗ്രസ് ചെയ്ത് വന്നിരുന്നത്. എന്നാൽ പിന്നീടുള്ള കാലത്ത് ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ ശരിയാവില്ല എന്ന് കോടതികൾക്ക് തോന്നുകയും കോടതികൾ പിന്നീട് വന്ന പല പല കേസുകളിൽ സ്റ്റേറ്റ് ലയബിൾ ആണ്, സ്റ്റേറ്റിന് വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട് എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് പൊസിഷൻ ഇസ് ദാറ്റ് കിങ് ക്യാൻ ഡു നോ റോങ്. പിന്നെ ഇത് മോഡേൺ ഗവേണൻസിലേക്ക് വന്നപ്പോൾ ഈ റൂളിനെ അപ്ലൈ ചെയ്യാതെയായി. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യത്തിന് ഉത്തരം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്താണ് ഈ കിങ് ക്യാൻ ഡു നോ റോങ് എന്ന് പറയുന്ന തത്വം? ഇതൊരു ലാറ്റിൻ മാക്സിമാണ്. ആ മാക്സിം ഏതാണെന്ന് കണ്ടെത്തുക. കിങ് ക്യാൻ ഡു നോ റോങ്. ആ മാക്സിം ഏതാണെന്ന് കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മൂവിങ് ഫോർവേഡ്. അപ്പൊ ഇത്തരത്തിൽ ഇതായിരുന്നു ആദ്യത്തെ പൊസിഷൻ, കിങ് ക്യാൻ ഡു നോ റോങ് ആണ്. പിന്നീടുള്ള പൊസിഷൻ മാറി. പിന്നീടുള്ള പൊസിഷൻ മാറിയപ്പോൾ തന്നെ കോടതികൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ് ഫംഗ്ഷനുകൾക്കിടയിലും നെഗ്ലിജൻസ് വന്നാൽ ലയബിൾ ആക്കാതെ സോവറിംഗ് ഫംഗ്ഷൻ എന്നും നോൺ സോവറിംഗ് ഫംഗ്ഷൻ എന്നും പറഞ്ഞിട്ട് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പൊ സോവറിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റേറ്റിന് ഇമ്മ്യൂണിറ്റി കൊടുത്തു, സ്റ്റേറ്റിനെ ലയബിൾ ആക്കിയില്ല. എന്നാൽ നോൺ സോവറിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റേറ്റിനെ ലയബിൾ ആക്കി. അപ്പൊ നമുക്ക് ആദ്യം സോവറിംഗ് ഫംഗ്ഷൻ അനലൈസ് ചെയ്യാം. എന്താ ഈ സോവറിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്സ് പെർഫോംഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് സോവറിംഗ് കപ്പാസിറ്റി. സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം. ഈ ഒരു കപ്പാസിറ്റിയിൽ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും അതിനിടയിൽ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആക്ട് വന്നാൽ പോലും ആർക്ക് ലയബിലിറ്റി ഇല്ല? സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ല. അപ്പോൾ കോർ ഗവൺമെന്റൽ ഫംഗ്ഷൻസ് ഒക്കെ അതിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൻസ്, മിലിറ്ററി, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ്, ജുഡീഷ്യൽ ഡിസിഷൻസ്, ഇതൊക്കെ കോർ ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങളാണ്. ഇപ്പൊ മിലിറ്ററി ഒരു ആക്ട് ചെയ്യുകയാണ്. മിലിറ്ററിക്ക് ചെയ്യേണ്ട ആ ഒരു സംസ്ഥാനത്ത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ആക്ട് മിലിറ്ററി പെർഫോം ചെയ്യുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നെഗ്ലിജൻസ് വന്നുപോയി. ഇതിന്റെ ഇടയ്ക്ക് മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ചെറിയ മിസ്റ്റേക്കുകൾ വന്നുപോയി. അതിന് സ്റ്റേറ്റ് ലയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അത് അവിടെ വളരെ ആവശ്യമായ ഒരു കോർ ഗവൺമെന്റൽ ഫംഗ്ഷനാണ്, സോവറിംഗ് ഫംഗ്ഷനാണ്. അപ്പൊ സോവറിംഗ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേറ്റ് നടത്തുന്ന നെഗ്ലിജൻസിനൊന്നും സ്റ്റേറ്റിന് ഇപ്പോൾ എന്തില്ല ലയബിലിറ്റി ഇല്ല. എന്നാൽ അതേ സ്ഥാനത്ത് നോൺ സോവറിംഗ് ഫംഗ്ഷൻസ് ആണ് സ്റ്റേറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്താ നോൺ സോവറിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? കൊമേഴ്സ്യൽ ആയിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളത്, വെൽഫെയർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഉണ്ടായാൽ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ എംപ്ലോയീസ് റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്താൽ ആര് ലയബിൾ ആണ്? സ്റ്റേറ്റ് ക്യാൻ ബി ഹെൽഡ് വൈക്കേരിയസ്ലി ലയബിൾ ഫോർ ടോർട്സ് ഓർ നെഗ്ലിജൻസ് ഇൻ ദീസ് ഫംഗ്ഷൻസ്. ഇത്തരത്തിൽ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കെ.എസ്.ആർ.ടി.സി ബസ് പോയിട്ട് ഒരാളെ തട്ടുകയാണെങ്കിൽ കെ.എസ്.ആർ.ടി.സി എംപ്ലോയറുടെ അല്ലെങ്കിൽ ഡ്രൈവറുടെ നെഗ്ലിജൻസ് മൂലമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആര് കോമ്പൻസേഷൻ കൊടുക്കണം? സ്റ്റേറ്റ് കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പൊ ഇത്തരത്തിൽ എല്ലാ ഗവൺമെന്റ് ഫംഗ്ഷൻസിലുള്ള ആളുകളും അവര് ഗവൺമെന്റ് ഫംഗ്ഷൻസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനിടയ്ക്ക് അവർ കോസ് ചെയ്യുന്ന നെഗ്ലിജന്റ് ആയിട്ടുള്ള റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടുകൾക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കണം? സ്റ്റേറ്റ് കൊടുക്കണം. പക്ഷേ അത് സോവറിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ, മിലിറ്ററി, ഡിഫൻസ് പോലുള്ള ഫംഗ്ഷനിങ് ആണെങ്കിൽ കൊടുക്കേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സോവറിംഗ്, നോൺ സോവറിംഗ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ട് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്തത്. പിന്നീടുള്ള ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചെല്ലാ രാമകൃഷ്ണ റെഡ്ഡി പോലുള്ള കേസുകളിൽ, സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് ചെല്ലാ രാമകൃഷ്ണ റെഡ്ഡി പോലുള്ള കേസുകൾ കോടതി അതും നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. കോടതി ഇങ്ങനെ നോൺ സോവറിംഗ് എന്ന് പറയണ്ട, സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലയബിൾ ആക്കണം, കിങ് ക്യാൻ ഡു നോ റോങ് എന്ന പഴയ പൊസിഷനൊക്കെ എടുത്തു കളയേണ്ട സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടോർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സോവറിംഗ്, നോൺ സോവറിംഗ് എന്ന് തിരിച്ച്, സോവറിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ല എന്നും നോൺ സോവറിംഗ് ആണെങ്കിൽ ഉണ്ട്
എന്നുള്ളതുമാണ് പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സ്റ്റേറ്റിന് വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട 2 പ്രധാനപ്പെട്ട കേസ് ലോസ് ആണ്. സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയും കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുപി അടങ്ങുന്ന കേസുകൾ. ഇതിൽ ആദ്യത്തെ കേസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതി ഈ കേസിലാണ് ഫസ്റ്റ് ആയിട്ട് ലയബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ദി റോങ്ഫുൾ ആക്ട്സ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ റോങ്ഫുൾ ആക്ടിന് സ്റ്റേറ്റിന് ലയബിലിറ്റി ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞ കേസ് വിദ്യാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ള കേസാണ്. ഈ കേസിലാണ് പിന്നെ കളക്ടറുടെ ഡ്രൈവർ ജീപ്പ് റിവേഴ്സ് എടുത്തപ്പോൾ തട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ടോട്ടലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോകളിൽ ഒന്നാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചോളുക. സ്റ്റേറ്റിന്റെ വൈക്കേരിയസ് ലയബിലിറ്റി ചർച്ച ചെയ്ത ആദ്യത്തെ കേസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് വിദ്യാവതിയാണ്. അതുപോലെ തന്നെ കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്ന കേസിൽ 65 പൊസിഷൻ ഇങ്ങനെ മാറി വരികയാണ്. ആദ്യത്തെ പൊസിഷനിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ മാറി വരികയാണ്. ഇവിടെ കോടതി എന്ത് ചെയ്തു? വൈക്കേരിയസ് ലയബിലിറ്റിക്ക് സ്റ്റേറ്റിന് എക്സെപ്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു സോവറിൻ ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റേറ്റിന് എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ഉണ്ട്. സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേസുകളും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ വളരെ റിലവൻ്റ് ആണ്. ഞാൻ പറയുന്നത് ഈ 2 കേസുകൾ മാത്രമല്ല കേട്ടോ. ഈ ഒരു ഡിസ്കഷനിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് വേഴ്സസ് ചെല്ലാ രാമകൃഷ്ണൻ റെഡ്ഡി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭീം സിംഗിന്റെ കേസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിനെ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുമ്പോൾ മിനിമം ഈ 2 കേസുകളെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത് നന്നാവും. അതുകൊണ്ട് ഈ 2 കേസും കൃത്യമായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് വൈക്കേരിയസ് ലയബിലിറ്റി എന്നും വൈക്കേരിയസ് ലയബിലിറ്റിയുടെ എസെൻഷ്യൽസ് എന്താണെന്നും വൈക്കേരിയസ് ലയബിലിറ്റി ഓഫ് സ്റ്റേറ്റ് എന്തെന്നും അതിന് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യുമ്പോഴുള്ള സോവറിൻ നോൺ സോവറിൻ ഫങ്ഷൻസ് എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളൊരു ചോദ്യത്തിന് വെറുതെ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാലോ. റെസ്പോണ്ടേറ്റ് സുപ്പീരിയർ മീൻസ് ഡാഷ്. വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാക്സിമാണ്. നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസ്കഷൻ. ലെറ്റ് ദി സെർവന്റ് ബി ലയബിൾ, ലെറ്റ് ദി മാസ്റ്റർ ബി ലയബിൾ, ലെറ്റ് ബോത്ത് ഓഫ് ദം ബി ലയബിൾ, ലെറ്റ് നൺ ഓഫ് ദം ബി ലയബിൾ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കൺഫ്യൂസിംഗ് ആണ്. ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂസിംഗ് ആവും. എന്താ ഇതിന്റെ കറക്റ്റ് ആൻസർ? ഇതിന്റെ കറക്റ്റ് ആൻസർ ലെറ്റ് ദി മാസ്റ്റർ ബി ലയബിൾ. മാസ്റ്റർ ലയബിൾ ആവട്ടെ. മാസ്റ്റർക്കല്ലേ ലയബിലിറ്റി. ഞങ്ങളുടെ തന്നെ ലോങ്റൺ ജോബ് സെക്യൂരിറ്റി ഗൈഡിൽ ഞാൻ വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മാക്സിമം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് റെഫർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ മാക്സിമം കൂടി പഠിക്കുക. കിഫാസിറ്റ് പെറാലിം പെർസെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ചോദ്യപേപ്പറുകളിൽ ചോദ്യമായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ടോർട്ടിൽ വൈക്കേരിയസ് ലയബിലിറ്റിയെ മനസ്സിലാക്കുമ്പോൾ കോർ ഏരിയകൾ എന്താണ് ഈ ടോപ്പിക്കിന്റെ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. വൈക്കേരിയസ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നടത്തിയിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എല്ലാ വീഡിയോകളിലും നിങ്ങളോട് പറയുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പം പറയട്ടെ, നിങ്ങളിടുന്ന നല്ല നല്ല കമൻറ്റുകൾ വായിക്കാൻ പറ്റാറുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഗവൺമെന്റ് ജോബ് സെക്യൂരിറ്റിയുടെ എല്ലാ ഫാക്കൽറ്റിയുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ക്ലാസ്സുകളിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. ഏതൊക്കെ ഏരിയയാണ് വളരെ പ്രധാനപ്പെട്ടത്, ഏതൊക്കെ ഏരിയയാണ് ഒഴിവാക്കേണ്ടത്, ഇത് ഞാൻ പഠിക്കേണ്ടതുണ്ടോ, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന ഏരിയയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടോ. അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്നും നിങ്ങൾ തിരഞ്ഞു പോകണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഏരിയ ഉണ്ടാവണം. ആ ഏരിയയുടെ അടിസ്ഥാനത്തിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കി പഠിക്കുക. അവിടെയാണ് ഒരു കോച്ചിങ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുക. കാരണം കോച്ചിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്ന ഇന്ന ഏരിയ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട. ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് നിങ്ങൾ കടുകട്ടി പഠനം കുസാറ്റ് എക്സാമിന് മുന്നേ നടത്തണ്ട. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാവണം. അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു കോച്ചിങ് ആവശ്യമാണ്. അങ്ങനെ ആരെങ്കിലും കോച്ചിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബ് സെക്യൂരിറ്റിയുടെ ബാച്ചസിലേക്കുള്ള ക്രാഷ് ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കോണ്ടന്റുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുമായി സംവദിക്കാം എന്ന പ്രത്യാശയിൽ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു.